Hey guys, welcome back. ഞാൻ കഴിഞ്ഞ 2-3 തവണ ഇവിടെ റിയാദിൽ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഫസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു ഷവർമ ഷോപ്പ് ഉണ്ട് എന്നുള്ളത്. ഷോപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ഈ ഡ്രസ്സും ഞാൻ നിൽക്കുന്ന ഈ സ്ഥലവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് തോന്നുന്നുണ്ടാവൂലേ ഒരു കല്യാണ വീട്ടിലൊന്ന് നിൽക്കുന്നതാന്ന്. ഇതുണ്ടോ ഈ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇത് അറ്റം മുതൽ അതറ്റം വരെ ഉള്ളത് ഒരു ഷവർമ ഷോപ്പാണ്. ഏകദേശം രണ്ട് നിലയിലുള്ള ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഷവർമ ഷോപ്പിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഭയങ്കര ഹൈപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് ഈ റെസ്റ്റോറന്റിനെ കുറിച്ചാണ്. ഷവർമ അറിയാൻ പാടില്ല, അകത്തൊരു കഴിച്ചാൽ അറിയുള്ളൂ. എന്നാൽ ഇത് ഇത്രയും വലിയൊരു റെസ്റ്റോറന്റ് തന്നെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് കണ്ടിട്ടില്ല. അതും ഈ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണെന്നും കൂടെ, അതായത് ഇതിന്റെ ഉള്ളിൽ ഷവർമ മാത്രമേ കിട്ടുള്ളൂ എന്നും കൂടെ അറിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു വ്യത്യസ്തത തോന്നി. അതുകൊണ്ടാണ് ഇതൊരു വ്ളോഗാക്കി തന്നെ എടുക്കാന്ന് വിചാരിച്ചത്. ഇനിയിപ്പോ ഞാൻ ഇത് ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ആ ഷോപ്പിന്റെ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഷവർമ ഹൗസ് എന്നാണ് ഇതിന്റെ പേര്. എത്ര വലുതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വലുതാ കേട്ടോ. ഭയങ്കര വലുതാ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് അകത്ത് കയറി കഴിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഇതുള്ളത്. ഇത് ഏതിനകത്ത് കയറണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൽ കയറണോ, എല്ലാം ഒന്നാണ്, സെയിം ആണ്. പിന്നെ ഈ ബിൽഡിങ്ങിൽ കയറണോ ഇവിടെ കയറണോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഏതിലെങ്കിലും ഒന്നിൽ കയറിയിട്ട് ഞാൻ പറയാം ഏതിലാ കയറി എന്നുള്ളത്. സൈഡിലാണോ, സെന്ററിലാണോ, ഈ ലെഫ്റ്റ് സൈഡിലാണോ എന്നുള്ളത്. എവിടെ തിരിഞ്ഞാലും ഇവിടെ ചന്ദ്രനാണ്. റമദാനല്ലേ, അപ്പൊ ഇവരുടെ മെകളിലൊക്കെ ഇങ്ങനെ ചന്ദ്രനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇന്ത്യൻ മേഖലയിലോ എനിക്ക് വയ്യ. അവിടെ നമുക്ക് അങ്ങോട്ടിരുന്നാലോ? ഇത് കണ്ടോ, ഇത് എത്ര വലുതാന്നറിയോ? ബഹ്റമൊയ്തീൻ കണക്കിന് അത്രയുണ്ട്. അതെന്നെ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. അവിടെ തന്നെ എത്ര സ്പേസ് ഉണ്ടോ ഞാൻ കാണിച്ചല്ലോ. സിനിമാറ്റിക് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാൻ എന്നെ മാത്രം ഒബ്ജക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കാരണം അറിയാലോ, സൗദി അറേബ്യ ആണ്. നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കണം, ഇല്ലെങ്കിൽ പണിയാവും. നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, എസ്പെഷ്യലി അറബ് കൺട്രി. റൂഫ് ടോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്താ അറിയില്ല, കുറച്ച് ദൂരം നടക്കുമ്പോൾ സ്റ്റെയർ ഒക്കെ കയറുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം, പരവേശം. കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മാരിൽ അടിച്ചേറ്റുന്നേ. ഇത് റൂഫ് ടോപ്പിലുള്ള ഒരു സീറ്റിംഗ് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ ഇരിക്കാന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സീറ്റ് കണ്ടുപിടിച്ചിരിക്കാം. റോഡ് വ്യൂ ആണ് എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നുന്നത്. കാരണം കാറുകൾ കൂടെ കാണാമല്ലോ. കത്തിച്ച് തീ കത്തിച്ചു. വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ഓക്കെ. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നെന്ന് അവർ പറയുന്നത്. എനിക്ക് വിറയ്ക്കുന്നില്ല, ചൂടുമില്ല, തണുപ്പില്ല. അത് കൊള്ളാം. കത്തിച്ചിട്ട് അവനെ എടുത്തോണ്ടോ. ഗ്ലാസിന്റെ അകത്തല്ലേ തീ കത്തുന്നേ? മീൻസ് ഇതിന്റെ ഉള്ളിലൊരു ഗ്ലാസ്, അതിന്റെ ഉള്ളിലല്ലേ തീ കത്തുന്നേ? അത് പൊട്ടൂല. എനിക്ക് ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട് കേട്ടോ. ഇല്ല, ജീവനില് പേടിയുണ്ടേ. ഈ റോഡുകളിലൊക്കെ എന്റെ വാപ്പ, എന്റെ സഹോദരങ്ങളൊക്കെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടാവും. എനിക്കിവിടെ വരുമ്പോ അതൊക്കെ ഓർമ്മ വരുന്നേ. സൗദി വല്ലാത്തൊരു ഫീലാ. സൗദി എന്നുള്ള ഒരു കേൾക്കുമ്പോ, ആ ഒരു സൗദി അറേബ്യ എന്നൊക്കെ കേൾക്കുമ്പോ. ഞാൻ ആദ്യം ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, സെന്ററിലാണോ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ഇരിക്കണേന്ന്. ആക്ച്വലി താഴ്ന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ലെഫ്റ്റിലുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷവർമയ്ക്ക് വേണ്ടി മാത്രം. ആക്ച്വലി ഇവിടെ ബ്രോസ്റ്റഡും ഷവർമയും ബർഗറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞത്, എന്നെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. ഓൻ എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്. നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ അടുത്ത് ഷവർമയ്ക്ക് മാത്രം. അന്ന് അത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആദ്യപ്പോഴേ കയറി ഇവിടെ പറഞ്ഞും പോയി. ഷവർമ ഹൗസ് തന്നെയാണ് പേര്. അപ്പം ഇവര് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. അകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ബ്രോസ്റ്റഡ് ഉണ്ട്, ബർഗർ ഉണ്ട്, പിന്നെന്താ ഉള്ളത്, തിന്നാൻ ആൾക്കാരുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം.
സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. ഇന്നലത്തെ അത്താഴത്തിന്റെ ഞാൻ കാണിച്ചിട്ടില്ല, ബീലബൻ പോലത്തെ അതുപോലത്തെ. പക്ഷെ എല്ലാവരും ഇവിടെ ഷവർമ്മയാണ് കഴിക്കുന്നത്. എനിവേസ് നമ്മള് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് അത്താഴമൊന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഇവിടെ നിന്ന് ഒരു ഇച്ചിരി ഒന്ന് വെറൈറ്റിക്ക് ഒരു ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞ് കയറാം. കാരണം ഞാൻ ഇത്രയും വലിയ റെസ്റ്റോറന്റ് ഒന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇത്രയും വലിയ റെസ്റ്റോറന്റാ, അത്ര വലിയ റെസ്റ്റോറന്റാ. ഞാൻ താഴ്ന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഞാൻ സെന്ററിൽ കാണിച്ചത്. അതിന്റെ മങ്ങുണ്ട്, പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ സിനിമാറ്റിക് മോഡ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ അറബ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിൽ ഓരോങ്ങാനും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മള് ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഇപ്പോഴത് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ. ഷവർമയും ഹുമൂസ്. ഇത് ഇവര് ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രെഡാണ്. ഇതെന്താണെന്ന് സത്യം പറഞ്ഞ മറന്നുപോയി. ഇതിന്റെ പേരെന്തോന്നു? ഇത് ക്രിസ്പി ഷവർമ. ഇത് കുറെ കാലങ്ങളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഉമ്മാലി. അംഗം തുടങ്ങാം. നല്ല മണമല്ലേ ബ്രെഡിന്റെ. പോക്കറ്റ് ഷവർമ എന്ന് പറയുന്ന സാധനം ഇതാണോ? തണുത്തിട്ടിരിക്കുന്ന ഇതാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കൊള്ളാം. ഇതിലെന്തോ ഒരു മസാല ഇട്ടിട്ടുണ്ട്. കൊള്ളാം. നിങ്ങൾ ഓരോ പീസുകൾ എടുത്തോ. ഇതില് എനിക്ക് കഴിച്ചോട്ടെ. അടിപൊളി അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി. വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇത് ഗാർലിക് പേസ്റ്റ് ആണ്, ഹുമ്മൂസ് അല്ല. ഇവിടുത്തെ ബ്രെഡാ ഇപ്പൊ ലൈവായിട്ട് ഉണ്ടാക്കിയത്. നല്ല ചൂടുണ്ട്. ഇതിന്റെ മണമാണ് ഇങ്ങനെ കേറി വരുമ്പോ ഇവിടെ ആദ്യം നമുക്ക് ഫീൽ ചെയ്യണ്ടാവാം. പക്ഷെ നിങ്ങൾ ആദ്യം കഴിച്ചിട്ട് കൊള്ളത്തിനൊന്നുമില്ലേ പറഞ്ഞത്? ഇത്ര പോരാന്ന് പറഞ്ഞു കണ്ടോ. ഇന്ന് ഞാൻ വന്നപ്പോ എനിക്ക് ഇഷ്ടമായതുണ്ടോ? ഉക്കന്റെ ഐശ്വര്യം. ഇത് ആക്ച്വലി ഇങ്ങനെ അല്ല കേട്ടോ പൊളിക്കേണ്ടേ. ഇങ്ങനെ ഈ ഇടയ്ക്ക് നമ്മൾ ആ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ബസ്സിലുള്ള ഒരു ഫുഡ് ഇങ്ങനെ കഴിക്കാനാണോ അതിന്റെ സാധനങ്ങൾ വേസ്റ്റ് കളയാനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം അത്. ഇത് ക്രിസ്പി ഷവർമ. എത്ര ക്രിസ്പിയാ. അകത്ത് കുഴിപ്പോയി കിടക്കുന്നത്. ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ നോക്കിക്കേ, അകത്ത് പോയി കിടക്കുന്നത്. എത്ര പിച്ച് മാറ്റമാണേ. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് ആ സംഭവം കിട്ടിയില്ല. ഡിസപ്പോയിന്റഡ് ആണ്. ഫസ്റ്റ് കടിച്ചപ്പോ തന്നെ ഒന്നുമില്ല. ആ ക്രഞ്ച് എനിക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഒക്കെ കൊള്ളാം. പക്ഷെ അത് വേണ്ടാന്ന് തോന്നി. കാരണം അകത്തുള്ള ഒരു സ്റ്റഫിങ് അടിപൊളിയാ. അതിന് ഈ ഒരു ക്രഞ്ച് അത്ര സൂട്ട് ആവുന്നില്ല. നിങ്ങൾ അനുഭവിക്കും. പിന്നെ എന്താണ് കഴിക്കാൻ? നല്ല ചൂട്. ഇത് നല്ല ഉണ്ടിട്ടാ. അടിപൊളി ബ്രെഡ്. ഇതിന് വല്ല ഗിന്നസ് റെക്കോർഡ് കിട്ടിയോ? നിങ്ങളടുത്ത സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചേ ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് വെച്ചു. ആദ്യ ആള് പറഞ്ഞത് 50 എന്നാ. പിന്നെ ചോദിച്ചു മുഴുവൻ അയച്ചപ്പോ ഇതിനകത്ത് എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് വെച്ചപ്പോ 1000 സ്റ്റാഫ് ഉണ്ടെന്നാ പറഞ്ഞത്. വിശ്വസിക്കാവോ? എനിക്കൊരു ഈ റൂഫ് ടോപ്പിൽ തന്നെ 5000 പേർക്ക് ഇരിക്കാ തോന്നുന്നു. അതെ, അത്രയ്ക്കും വലുതാണ്. എനിക്ക് നെഞ്ചരിക്കുന്ന കണക്കൊരു ഫീല്. അത് തന്നെ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഖത്തറിൽ പോയപ്പോഴാണ്, ഉമ്മാലി. അതിനുശേഷം ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ആഗ്രഹിച്ചാൽ പോലും കിട്ടുന്നില്ല. ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. ഇവര് ചിരിക്കുന്ന എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ അത് ആലോചിച്ച് ചിരിക്കുന്നില്ല. തള്ളല്ല ബ്രോ, ഭയങ്കര ടേസ്റ്റ്. എന്നാ ടേസ്റ്റ് നോക്കാൻ പോലും എനിക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കഴിച്ചിട്ടും തീർന്നില്ല. ആകെ ചെറിയൊരു ഡപ്പയ്ക്കകത്തുള്ളത്. ഈ വീഡിയോ നമ്മുടെ അത്താഴം വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം അത്താഴം വീഡിയോ ഇനി വരാനില്ല. വയറ് ഫുള്ളായി. ബ്രോ സമയം എന്തായി? 1:40. ഈ ഇടയായിട്ട് എന്റെ ഡിന്നർ എന്ന് പറയുന്നത് 1:30 ശേഷമാണല്ലോ. 1 മണിക്ക് ശേഷം. അപ്പൊ അത്താഴം ഇല്ല. ഇതിന്റെയാണ് അത്താഴം. വന്ന വഴി കൂടെ ഇറങ്ങരുതെന്നാണ് എന്റെ പണ്ടത്തെ ഗുരു പറഞ്ഞിട്ടുള്ളത്. ഗുരുവിന്റെ പേര് പറയാൻ പാടില്ല. കുറെ ദൂരം നടക്കണം. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമുക്ക് അത്താഴം കഴിക്കാൻ പറ്റും. ഇത്രയും ദൂരം നടന്ന് താഴെ എത്തുമ്പോഴേ ഏതാണ്ടൊക്കെ ദഹിക്കും. നീ താഴെ പോണം.
അയ്യോ. അതെ അതെ, മോളിൽ പോയി നടക്കും, സ്റ്റോളറൊക്കെ കൊണ്ട് പോകുന്നു. ഇവിടെ നടക്കാതെ വേണം, കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാൻ തന്നെ ഊപ്പാട് ഇളകും. ഒരു കല്യാണ വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നടന്ന് നടന്ന് ടയർഡായി. എത്ര നടന്നോന്നറിയോ? മുകളിൽ താഴോട്ട് സ്റ്റെയർ വഴി അകത്തൂടെ ഇറങ്ങിയപ്പോൾ കാര്യം കണ്ടത് 5 നിലകളിലായിട്ടാണ് ഡ്രസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 നിലയെ കാണത്തുള്ളൂ, പക്ഷെ ഉള്ളിൽ കൂടെ കയറുമ്പോഴാണ് കാണുന്നത് 5 നിലകളാണെന്നുള്ളത്. അല്ല, ഇത് ഒന്ന് രണ്ടായിട്ട് കാണുന്നുള്ളൂ. സെന്ററിലുള്ള അവിടെ നിൽക്കുമ്പോ ഇറങ്ങി വരുമ്പോഴത്തേക്കും 5 ഫ്ലോർ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ വൈൻഡ് അപ്പ് ഗായ്സ്, അത്രേ ഉള്ളൂ. നിനക്ക് ഞാന് റിയാദിലുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിഗ് റെസ്റ്റോറന്റും കൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നതോടൊപ്പം നിങ്ങളെയും കാണിക്കും. ഓക്കെ, അപ്പൊ ചാച്ചാ, ബൈ ബൈ, മസ്സലാമ.